ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. വെച്ചാൽ ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പഴയ ദിലീപ് അല്ല ഇപ്പോൾ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം പറയാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങ് വിഷമമായി അത് ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേനും. എന്താ കാര്യം എന്ന് വെച്ചാൽ ദിലീപിൻ്റെ സിനിമയായ പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ബബ്ബഭ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറേ പേര്, അപ്പോൾ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നത്. പിന്നെ ഇപ്പോൾ കേസിൻ്റെ വിധിയൊക്കെ വന്നതിന് ശേഷം ദിലീപിനെ വെറുതെ വിട്ടു. അതിന് തന്നെ കുറേ പേർക്ക് എന്താ പറയുക, ആ നടിയുടെ കൂടെ നിൽക്കുന്ന കുറേ പേർക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന കുറേ കാര്യങ്ങളാണ് ദിലീപിൻ്റെ സിനിമകളൊന്നും ഇനി അവർ കാണില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബബ്ബയുടെ, അതായത് ദിലീപിൻ്റെ പുതിയ സിനിമയുടെ വീഡിയോസും കാര്യങ്ങളും പാട്ടായാലും ഒക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ ഉള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലിയായിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും പോയി കാണത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കുറേ പേര്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ദിലീപിനോട് ഉള്ള ഒരു ഇതുകൊണ്ടല്ല എനിക്ക് അങ്ങനൊരു വിഷമം ആയത്. ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് എത്ര മനുഷ്യർ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ദിലീപിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഈ ഒരു കേസ് വന്നു, നമുക്കറിയാമോ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഞാനിപ്പം പുള്ളിക്കാരൻ്റെ സൈഡ് നിൽക്കുവാണ് എന്നൊന്നും അല്ല. ഇപ്പോൾ എന്താ പറയുക, നടിയുടെ കൂടെ തന്നെയാണ്, ആ ഒരു ഇരയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് കേരളം മൊത്തം നിൽക്കുന്നത്. എന്നിരുന്നാലും എന്താ പറയുക, ഇപ്പം ദിലീപ് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. നമുക്കറിയത്തില്ല ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അത് ചെയ്യിച്ചത് ആരാണെന്നോ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. എന്നെപ്പോലുള്ള ഒരു വ്യക്തി വിശ്വസിച്ച് പോകുന്നത് കർമ്മയിൽ വിശ്വസിച്ച് പോകുന്ന ആളാണ് ഞാൻ. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദിലീപ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഈ ഒരു കാര്യം ചെയ്യിച്ചത് ആരും ആയിക്കോട്ടെ, തെറ്റ് ചെയ്യിച്ചത് ആരാണോ അവർക്ക് അതിനുള്ള ഫലം തിരിച്ചടിയായിട്ട് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പാണ്. ദിലീപ് ആയിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ, ദിലീപ് ആണെങ്കിൽ പുള്ളി അനുഭവിക്കണം, അല്ലെങ്കിൽ വേറെ ആരായാലും അവരനുഭവിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാനായിട്ട് നമ്മുടെ പക്കൽ, അതായത് നമ്മൾ ഒരു പ്രേക്ഷകരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ദിലീപാണ് ഇത് ചെയ്യിച്ചത് എന്ന് അടിയുറച്ച് പറയാനായിട്ട് നമ്മുടെ ഭാഗത്ത് തെളിവുകളോ നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദിലീപിൻ്റെ പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇറങ്ങുമ്പോഴെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ദിലീപിനെതിരായിട്ടാണ്. ദിലീപിൻ്റെ സിനിമ കാണില്ല, ഇനി ഒരിക്കലും ദിലീപിൻ്റെ സിനിമകൾ എപ്പോൾ ഇറങ്ങിയാലും കാണില്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ദിലീപിനെ കാണുമ്പോൾ പഴയ ദിലീപല്ല ഇപ്പോൾ. സത്യം പറഞ്ഞാൽ പഴയ ദിലീപല്ല. ആ ഒരു മുഖത്തെ ആ ഒരു പണ്ടത്തെ പ്രസരിപ്പില്ല. അതിപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു, വെറുക്കപ്പെടുന്നു എന്ന് ആലോചിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. അതൊന്നും പറയാൻ ഞാനാളല്ല. അതൊക്കെ കോടതി, പോലീസ് അങ്ങനെ ആ വഴിക്ക് പോകും. പക്ഷേ സിനിമയുടെ കാര്യം പറഞ്ഞാൽ, സിനിമ കാണില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സിനിമയുടെ പിന്നിൽ ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, അതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. ഞാനീ പറഞ്ഞത് മാത്രമല്ല, എനിക്കും അറിയാൻ പാടില്ലാത്ത കുറേ പേര് ആ സിനിമ എന്നല്ല, വേറെ ഏത് സിനിമയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടും വേർപ്പിൻ്റെ ഫലമാണ് നമ്മൾ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പം അവരെയും കൂടി അത് ബാധിക്കുമല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ.
ദിലീപിൻ്റെ സിനിമ ഇനി ഒരിക്കലും കാണില്ല എന്ന് പറയുമ്പോൾ ദിലീപ് അഭിനയിച്ച സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്ത് ദിലീപിനെ പോലെ തന്നെ ഇല്ലെങ്കിൽ ദിലീപിനെക്കാട്ടിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് കാണും. അവരെയും കൂടിയല്ലേ ഈ ഒരു സംഭവം ബാധിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടാതെ വരുമല്ലേ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാനത് ആദ്യം ചിന്തിച്ചത്, ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് പറയും. ദിലീപ് മാത്രമല്ലല്ലോ, ദിലീപ് ഒറ്റയ്ക്കല്ലല്ലോ ഒരു സിനിമ ചെയ്യുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഒറ്റയ്ക്കല്ലല്ലോ, അതിന് കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെയും കൂടി എന്താണ് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ആലോചിക്കാത്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരെയും ചിലപ്പം അന്നത്തെ മാനസികാവസ്ഥ ശരിയായിരിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്കും ചിലപ്പോൾ നെഗറ്റീവൊക്കെ വരാം. എന്നാലും എനിക്കിത് പറയാനായിട്ട് തോന്നിയിട്ട് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ഇപ്പം ഓക്കെ, ദിലീപ് ഒരു ഉദ്ഘാടനത്തിന് വരിക, ഇല്ലെങ്കിൽ ദിലീപ് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി, അതിൽ പോവാതിരിക്കുന്നതിൽ തെറ്റില്ല. ഇഷ്ടമല്ലെങ്കിൽ പോവണ്ട, നിർത്തി. ദിലീപിനോട് അങ്ങനെ ഒരു ദേഷ്യമുണ്ട്, അതുകൊണ്ട് ദിലീപ് തുടങ്ങുന്ന കടകളിലൊന്നും നമ്മൾ സഹകരിക്കത്തില്ല, ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ അവിടെ നമ്മൾ പോകത്തില്ല, ദിലീപിനെ കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു ലോജിക്കുണ്ട്. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇതിപ്പോൾ സിനിമ കാണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ അതേപോലെ ദിലീപിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊന്ന് എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായി. ആ ഒരു സിനിമ സ്വപ്നം കണ്ടിട്ട് എത്രയോ പേര് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു കേസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തതായാലും ചെയ്യിച്ചതാണെങ്കിലും അത് ആരായാലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിപ്പോൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും അതിനുള്ള ശിക്ഷ, കർമ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതെന്തായാലും തിരിച്ചടിച്ചിരിക്കും. അതിപ്പോൾ ആരാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ ആൾക്കാരാണെങ്കിലും കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ച് വന്നിരിക്കും. അത് 100% ഉറപ്പാണ്. അതിലൂടെ ഈ ഇരയായിട്ടുള്ള ആ ഒരു വ്യക്തിക്കും നീതി ലഭിക്കും എന്നാണ് വിശ്വാസം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്നെ പോലുള്ള ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ചെയ്തതാരാണോ അവരനുഭവിക്കുക തന്നെ ചെയ്യും.